ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സുപ്രധാനമായ പരാമർശങ്ങൾ, ശ്രദ്ധിക്കേണ്ട പരാമർശങ്ങളാണ്, ഗുരുതരമായ പരാമർശങ്ങളാണ് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിൽ, കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 13ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. 13ാം പ്രതിയാണ് തന്ത്രി കണ്ഠരര് രാജീവര്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്ന മണിക്കൂറുകളായിരുന്നു. വിജിലൻസ് കോടതിയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇനി അടുത്ത നീക്കമെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ പ്രത്യേക അന്വേഷണ സംഘം നൽകുമെന്ന് തന്നെയാണ് ശക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നത്. നമ്മുടെ കേരള വിഷൻ ന്യൂസ് പ്രതിനിധി ഡി ബിനോയും അത്തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്നും അറിയാനുണ്ട്. അതുകൊണ്ട് മൊഴിയെടുപ്പ് അടക്കമുള്ള നടപടികൾ വരും മണിക്കൂറുകളിൽ മുന്നോട്ട് കൊണ്ടുപോയേ സാധിക്കൂ എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. എന്തായാലും ആ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഏറെ ഗുരുതരമാണ്. സൂചിപ്പിച്ചിരുന്നു, അതായത് തന്ത്രി ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു, താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകിയത്. എത്രത്തോളം വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു തെറ്റാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആചാര ലംഘനത്തിന് കൂട്ടുനിന്നു, താന്ത്രിക വിധികൾ പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്നുള്ള പരാമർശങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതായത് തന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ തന്ത്രിയുടെ കടമ, തന്ത്രിയുടെ ചുമതല, തന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെയുള്ള വിശ്വാസപ്രകാരം, ആചാരപ്രകാരം ആ ക്ഷേത്രത്തിലുള്ള ദേവഹിതം എന്താണോ ദേവനിഷ്ടമുള്ളത് ആ ഇഷ്ടം തന്ത്രിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഭക്തരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും അവസാന വാക്ക് തന്ത്രിയാണ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ആചാരപരമായ ഒരു കാരണം കൂടിയാണത്. അതായത് അപ്പോൾ താന്ത്രിക വിധികളൊന്നും പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല ഈ തന്ത്രി കണ്ഠരര് രാജീവര് ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് ആ പ്രതികരണം വീണ്ടും നമുക്കൊന്ന് കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എത്രത്തോളം വൈരുദ്ധ്യമുണ്ട് ആ മൊഴിയിലും ഇപ്പോൾ വരുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിലും എന്നുള്ളത് കഴിയുന്നില്ല. ഇനിയുമുണ്ട്. ആചാര ലംഘനത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയത് തടഞ്ഞില്ല. അതായത് ദേവസ്വം ബോർഡ് കൊടുക്കാൻ സന്നദ്ധത കാട്ടി എന്നുള്ള അവസരത്തിൽ പോലും തന്ത്രിക്ക് വേണ്ട എന്ന് വെക്കാമായിരുന്നു. എന്നാൽ അതിന് പോലും നിന്നിരുന്നില്ല തന്ത്രി കണ്ഠരര് രാജീവർ എന്നുള്ളതാണ് ആ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം എന്ന് പറയുന്നത് തന്നെ കുറ്റകരമാണ്. കാരണം അവിടെ നിന്നും സ്വർണം പുറത്തേക്ക് എത്തിക്കേണ്ട കാര്യമില്ല. തന്ത്രിയെ സംബന്ധിച്ച് തന്ത്രി അനുമതി നൽകിയത് അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയാണ്. അത് ദൈവഹിതമനുസരിച്ചാണ് ആ തീരുമാനത്തിലേക്കൊക്കെ തന്ത്രി പോലും എത്തേണ്ടത്. എന്നാൽ ആ താന്ത്രിക വിധികളൊന്നും പാലിക്കാതെയാണെന്നുള്ള ഒരു പരാമർശം അതിലുണ്ടല്ലോ. അപ്പോൾ അതിന് പുറമെ ഇപ്പോൾ ആ വന്നിരിക്കുന്ന ഈ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തത് മാത്രമല്ല, അത് ശബരിമലയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ്. എന്നാൽ തന്ത്രിയുടെ അറിവോടെയാണ് അത് പുറത്തേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിരവധി പേർ ഇപ്പോൾ കണ്ഠരര് രാജീവർക്കെതിരെ കൃത്യമായ അത്തരത്തിലുള്ള കുറേ അധികം മൊഴികളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളുടെ ബന്ധമുണ്ട് എന്നുള്ളതൊക്കെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കീഴ്ശാന്തി എന്നുള്ള നിലയ്ക്കും പിന്നീട് പ്രായോജകൻ എന്നുള്ള നിലയ്ക്കൊക്കെയാണ് തനിക്കറിയുന്നത് എന്നുള്ളതാണ് കണ്ഠരര് രാജീവർ പറഞ്ഞത്. ഇപ്പോൾ കണ്ഠരര് രാജീവർക്കെതിരെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. കണ്ഠരര് രാജീവർക്ക് ദൈവതുല്യൻ എന്ന് പറയുന്ന ആ കണ്ഠരര് രാജീവർക്കെതിരെ കൂടുതൽ മൊഴികൾ വരുന്ന അടിസ്ഥാനത്തിൽ വരും ഇനി അങ്ങോട്ടുള്ള അന്വേഷണം എങ്ങനെയായിരിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കണ്ഠരര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. തന്ത്രി കണ്ഠരര് രാജീവർ നേരത്തെ നൽകിയ മൊഴിയിൽ നിന്നും അത്രത്തോളം വ്യത്യസ്തമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. മുന്നോട്ടുള്ള ഇനിയുള്ള ചുരുക്കം സമയങ്ങളിൽ ഉടൻ തന്നെ നമുക്കറിയാം കസ്റ്റഡിയിലേക്കാണോ തന്ത്രി കണ്ഠരര് രാജീവരെ. അതിനായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ കസ്റ്റഡിയിലേക്കാണോ ജയിലിലേക്കാണോ എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്കറിയേണ്ടത്. എന്തായാലും കട്ടിളപ്പാളി കേസിൽ 13ാം പ്രതിയാണ്
തന്ത്രി കണ്ഠരര് രാജീവര്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള കണ്ടെത്തലുകൾ വന്നിരുന്നു. അതോടൊപ്പം കുറ്റകരമായ മൗനാനുവാദം ഈ പാളികൾ പുറത്തു കൊണ്ടുപോകുന്നതിൽ ഉണ്ടായിരുന്നു. അതായത് പാളികൾ പുറത്തു കൊണ്ടുപോകുന്നതിൽ കുറ്റകരമായ മൗനാനുവാദമായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവർക്ക്. താന്ത്രിക വിധി പാലിക്കാതെയാണ് ഈ നീക്കങ്ങളെല്ലാം നടന്നത് എന്നുള്ള പരാമർശങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത്. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ